ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാമ്പാറാണ്. സാമ്പാർ പൗഡർ ഇടാത്ത സാമ്പാർ കറിയാണ്. ഒരു തട്ടിക്കൂട്ട് കറി എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇത് രണ്ടും വെച്ചാണ് ഇന്ന് തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേ അളവിൽ ഉണ്ണിത്തണ്ട് അല്ലെങ്കിൽ വാഴപ്പിണ്ടി എടുക്കുക. 1/2 കപ്പ് ചെറിയുള്ളിയും കൂടി എടുക്കുക. ഇനി 1/4 കപ്പ് പരിപ്പ് എടുത്തിട്ട് നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലിട്ട് 1 കപ്പ് വെള്ളം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 2 വിസിൽ വരുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലോട്ട് നമുക്ക് ഇനി ഒരു 1/4 ടീസ്പൂണ് ഉലുവ ഇടാം. 1/4 ടീസ്പൂൺ ഉഴുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ഉണക്കമുളക് കൂടി ഇട്ട് കൊടുക്കുക. ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒരു 5 or 6 ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം. 4 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുക. ഇതൊരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കും ചെയ്യാം. സാധാരണ സാമ്പാർ കഷ്ണങ്ങളൊക്കെ അരിയണ പോലെ തന്നെ ഉണ്ണിത്തണ്ട് കുറച്ച് നീളത്തിൽ തന്നെ ഞാൻ അരിഞ്ഞിട്ടുള്ളത്. ഇനി ഇത് പരിപ്പിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ചെറിയുള്ളി 1/2 കപ്പ്, ഒരു പകുതി സവാള അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. എല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് അവസാനം ഗ്യാസ് ഓൺ ചെയ്യുക. ഇനി ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഞാൻ ആവശ്യത്തിനുള്ള പുളി എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. എനിക്കിവിടെ നന്നായിട്ട് പുളി വേണം, അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി മസാല അരച്ച മിക്സിയിൽ ഒരു കപ്പോളം വെള്ളം ഒഴിച്ച് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഇപ്പോൾ ടോട്ടലായിട്ട് 2.5 കപ്പ് വെള്ളം പരിപ്പ് വേവിച്ചതടക്കം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കായപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം വഴറ്റുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് 1.5 ടേബിൾ സ്പൂണ്. 2 പച്ചമുളക് അരിഞ്ഞതും ഒരു തക്കാളിയും ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് 2 വിസിൽ വരെ വേവിച്ചെടുക്കുക. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറവിടണം. ഇനി പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം 1/2 ടീസ്പൂണ് കടുക് കൂടി ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് 1 ഉണക്കമുളക് കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കറിലോട്ട് ഒഴിക്കാം. ഇപ്പോൾ കറി റെഡിയായി. അപ്പോൾ ഇത് കുറച്ച് കട്ടിയൊക്കെ ഉള്ള സാമ്പാറാണ്. സാധാരണ സാമ്പാർ കുറച്ച് വെള്ളം പോലെയല്ല ഉണ്ടാകുക. ഇത് കുറച്ച് കട്ടിയുള്ളതാണ്. ഉണ്ടാക്കിയ പാട് കുറച്ച് ലൂസായിരിക്കും, കുറച്ച് കഴിയുമ്പോഴേക്കും അത് കട്ടിയായിട്ട് വരും. അപ്പോൾ ഈ വെറൈറ്റി സാമ്പാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.